റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. മകൾ ഏഞ്ചൽ ജാസ്മിനെ അച്ഛൻ കൊന്നത് ദൈവവിശ്വാസത്തിനെതിരായതുകൊണ്ടാണോ എന്ന് സംശയം. ജാസ്മിൻ വീടിന്റെ ചുവരിലെഴുതിയ വാക്യം സംശയം ബലപ്പെടുത്തുന്നു. അച്ഛൻ ജോസ്മോന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. രാത്രി വൈകി വന്നതാണ് കൊലപാതക കാരണമായി അച്ഛൻ മൊഴി നൽകിയത്. ശരത് എസ് നമുക്കൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ശരത് എസ്. ഓമനപ്പുഴ കൊലപാതകത്തിൽ എന്തിനു മകളെ കൊന്നു? അതിന് അമ്മയും അമ്മാവനും ഒക്കെ കൂട്ടുനിന്നു. ആ സംശയം ആദ്യം മുതലേ ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തുകയാണോ പോലീസ്? ഗുഡ് ഈവനിംഗ് സുജിയ പാർവതി. അതായത് ജാസ്മിന്റെ വീട്ടിലെ ചുവരിൽ എഴുതിയ ഒരു വാക്യമാണ് ഈ കൊലപാതകത്തിൽ ഇപ്പോൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് ജാസ്മിന്റെ വീട്ടിലെ ചുവരിൽ മുൻപിൽ ഇത്തരത്തിലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്നുള്ളൊരു വാക്യമാണ്. ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. പ്രത്യേകിച്ച് ഈ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും പോലീസ് അച്ഛന്റെ മൊഴിയിൽ നിന്ന് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അച്ഛൻ പറയുന്നത് രാത്രി വൈകി വന്നതിനെ തുടർന്ന് തർക്കമാണ് മകളെ കൊലപ്പെടുത്താൻ ഒരു കാരണമായി അച്ഛൻ പറഞ്ഞത്. പക്ഷേ സ്വന്തം മകളെ കൊലപ്പെടുത്താൻ അങ്ങനെ ഒരു രാത്രി വൈകി വന്നത് മാത്രം ഒരു കാരണമാകുമോ എന്ന സംശയം പോലീസ് ഇപ്പോഴുമുണ്ട്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിന്റെ ചുവരിന് മുമ്പിൽ ഇത്തരമൊരു ഒരു വാക്യം കാണുന്നത്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതായത് മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് സാൽവേഷൻ എന്നുള്ളതാണ് വീട്ടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കൊല്ലപ്പെട്ട ജാസ്മിൻ തന്നെയാണ് എഴുതിയതെന്ന് സഹോദരി പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഈ കൊലപാതകത്തിലുണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല അച്ഛൻ പറഞ്ഞത് ഇത്തരത്തിൽ രാത്രി വൈകി വന്നതും ഒപ്പം ഈ ബൈബിൾ വലിച്ചെറിഞ്ഞതും പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതായി അച്ഛന്റെ ഒരു മൊഴിയിൽ പറയുന്നു. അങ്ങനെ ബൈബിൾ വലിച്ചെറിയുന്നതും വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസ് വെക്കുന്നു. അതായത് ദൈവവിശ്വാസത്തിനെതിരായിരുന്നു ജാസ്മിൻ, അതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഒരു സംശയമായി വരുന്നത്. പക്ഷേ ഇതിപ്പോഴും പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ജാസ്മിൻ നേരത്തെ കന്യാസ്ത്രീ പട്ടം നേടിയ ആളാണ്. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീയാവുകയും എന്നാൽ പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ രീതിയിൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ആളായിരുന്നു ജാസ്മിൻ എന്നുള്ളതാണ് സമീപവാസികളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ അടുത്ത അത്തരമൊരു സ്ഥിരീകരണം കുടുംബക്കാരോ മറ്റോ പറയുന്നില്ല. ഈ ബൈബിൾ വലിച്ചെറിഞ്ഞതും ഒപ്പം ഈ ചുരുളിൽ എഴുത്തുമൊക്കെ തന്നെ അതേതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിൽ നയിച്ച കാരണമാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം ജാസ്മിന്റെ രാത്രികാല യാത്ര എങ്ങോട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിലും ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചെങ്കിലും എങ്ങോട്ടായിരുന്നു ജാസ്മിൻ ഇത്തരത്തിൽ രാത്രി വൈകി സഞ്ചരിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പലരെയും വിളിച്ച് ചോദ്യം ചെയ്ത് പലരിൽ നിന്നും വിവരം തേടി. ഒപ്പം ഈ മൊബൈൽ രേഖകളടക്കം പരിശോധിച്ചു. പക്ഷേ എങ്ങോട്ടാണ് ജാസ്മിൻ ഇത്തരത്തിൽ പതിവായി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും ജാസ്മിന്റെ രാത്രികാല യാത്രകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ബൈബിൾ വലിച്ചെറിഞ്ഞു, മോക്ഷത്തെക്കുറിച്ച്, സാൽവേഷനെ കുറിച്ചൊക്കെ ഭഗവത്ഗീതയിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ താൻ പിന്തുടർന്നു വരുന്ന തന്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് മകൾ അകന്നു മാറുന്നു, അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീ പട്ടത്തിന് പോയി തിരിച്ചു വന്നതടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചത്, മോക്ഷത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകൾ അച്ഛനിൽ ബലപ്പെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാമല്ലേ? നിലവിൽ അത്തരം സംശയം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള പരമ്പരാഗത വിശ്വാസത്തിനെതിരായതാണോ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന സംശയം പോലീസും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്ഥിരീകരണം വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ വേണം. പക്ഷേ അത്തരം തെളിവുകൾ പോലീസിന്റെ പക്കൽ ഇപ്പോഴില്ല. നിലവിൽ അച്ഛൻ പറഞ്ഞ മൊഴിപ്രകാരം രാത്രി വൈകി വന്നതും ബൈബിൾ വലിച്ചെറിഞ്ഞതും മാത്രമാണ് ഒരു പ്രകോപനമായി അച്ഛൻ ജോസ്മോൻ പോലീസ് നൽകിയ മൊഴി. ദുരൂഹതയുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. എന്തിനാണ് ഏഞ്ചൽ ജാസ്മിനെ അച്ഛൻ ജോസ് കൊന്നത്? ജോസ് ആദ്യം പറഞ്ഞതുപോലെ വൈകി വന്നത് പ്രകോപനമായാൽ ഒരു അച്ഛൻ മകളെ കൊല്ലുമോ? അതിന് അമ്മയും അമ്മാവനും ഒക്കെ കൂട്ടുനിൽക്കുമോ? എല്ലാവരും ചേർന്ന് ആ ഒരു അരുംകൊല നടത്തിയത് എന്തിനാണ്? അതിന് ഉത്തരം കിട്ടണം. ആ ഉത്തരം കിട്ടുന്നതുവരെ ആ വാർത്തയ്ക്ക് പിന്നാലെ നമ്മളുണ്ടാകും. താങ്ക് യു ശരത് എസ്.